ചില ക്രിസ്ത്യൻ നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ യേശു നമ്മളോട് പറയുകയാണ്, തന്റെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ചുള്ള ചെറിയൊരു ഉപമയൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമായി പോകരുത്. അങ്ങനെ ദുർബലമായി പോയാൽ എന്തുണ്ടാവും? ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് പതിക്കുമെന്ന് പറയുകയാണ്. 3 കാര്യങ്ങളാണ് ഈശോ പറയുന്നത്: ജീവിത വ്യഗ്രത, സുഖലോലുപത, മദ്യാസക്തി. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നുകൂടരുതെന്ന് പറയുകയാണ്. നമ്മൾ എളുപ്പത്തിൽ വീണു പോകാവുന്ന പ്രലോഭനങ്ങളാണ് ഇത് 3. ജീവിത വ്യഗ്രതയാകട്ടെ, മദ്യാസക്തി ആകട്ടെ, സുഖലോലുപതയാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ കടന്നു വരുന്നതും നമ്മൾ വളരെ എളുപ്പത്തിൽ വീണു പോകുന്നതുമായിട്ടുള്ള 3 പ്രലോഭനങ്ങൾ. ഈ പ്രലോഭനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസിലെ കൊരിന്തോസർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പൗലോസിലെ പറയുകയാണ്, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഞാൻ വലിയ കാര്യമായിട്ട് പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, അപ്പൊ ഞാൻ സേഫാണ് എന്ന് കരുതുന്നാൽ അവൻ അവനിൽ തന്നെ വിശ്വസിക്കാതെ, അവനിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് വീഴാതെ പിടിച്ചു നിൽക്കട്ടെ എന്ന് പൗലോസിലെ പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം തുടരുകയാണ്, നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള പ്രലോഭനങ്ങളൊന്നും ദൈവം നമുക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയാൽ പ്രലോഭനങ്ങൾ നമുക്ക് തലവേദനയാകില്ല എന്ന് പൗലോസിലെ വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗവും ലേഖനഭാഗവും വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രലോഭനങ്ങൾ വരുമ്പോൾ അവയെ ദൈവസഹായത്തോടെ നേരിടാനായിട്ട്, ദൈവസഹായത്തോടെ ആ പ്രലോഭനങ്ങൾ അതിജീവിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.